ഒരു കുഞ്ഞുകുട്ടി. ഉം. അവന് മത്സ്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വളർത്തു മത്സ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് കുട്ടി പോവാണ്. ഉം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അക്വേറിയത്തിൽ ഇങ്ങനെ വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു അക്വേറിയം, അതിൻ്റെ അകത്ത് ഒരു സ്രാവ് ഉം. അതിങ്ങനെ നീന്തി കൊണ്ടേയിരിക്കുന്നുണ്ട്. ഉം. അപ്പോൾ കുട്ടിക്ക് അത് ഭയങ്കര കൗതുകമായി, അതിനെങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഉം. അപ്പോൾ ഇവൻ്റെ കൗതുകം കണ്ട് അക്വേറിയത്തിലെ ജീവനക്കാരൻ അവരിങ്ങനെ ചോദിച്ചു, എന്താണ് മോന് എന്താ മീനിനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവൻ ചോദിച്ചു, ഈ ഒരു സ്രാവിൻ്റെ കുഞ്ഞിന്, സ്രാവാണല്ലോ, ഉം. ഇതിൻ്റെ കുഞ്ഞിന് എത്ര വലിപ്പം വെക്കും? ഉം. എൻ്റെ കുട്ടീനെ കിട്ടുകയാണെങ്കിൽ എത്ര വലിപ്പം വെക്കും? ഞാൻ വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ എത്ര വലിപ്പമാവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കുട്ടിയെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് വാങ്ങണമെന്ന്, ഇങ്ങനെ ഒരു അതിൻ്റെ കുഞ്ഞിനെ എനിക്ക് വാങ്ങണമെന്നുണ്ട്, എത്ര വലുതാവുമെന്ന് ഞാൻ അറിയണം എന്നാണ് കുട്ടിയുടെ. അപ്പോൾ ജീവനക്കാരൻ പറഞ്ഞു, മോനെ, നീ സ്രാവിൻ്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയിട്ട് ഇടുക? ഞാൻ ഇതുപോലെ വലിയൊരു അക്വേറിയം ഉണ്ടാക്കും, അതിലിടും. അപ്പോൾ അതിൻ്റെ വലിപ്പം, നിൻ്റെ അക്വേറിയത്തിൻ്റെ വലിപ്പം എന്താണോ അതായിരിക്കും ആ കുഞ്ഞിൻ്റെ വലിപ്പം. നീ അതിനെ എവിടെയാണോ കൊണ്ടുപോയി ഇടുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ വലിപ്പം ഉണ്ടാവുക. നീ അതിനെ കൊണ്ടുപോയിട്ട് നിൻ്റെ വീട്ടിലില്ലാത്ത പുറത്ത് വേറെ എവിടെയാണോ നീ ഒരു കടലിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ കടലിൽ വലിയ സ്രാവിനെ കണ്ടില്ലേ, അത്ര വലിപ്പം ഉണ്ടാവും. അക്വേറിയത്തിലാക്കുമ്പോൾ അതിൻ്റെ വളരാനുള്ള സാഹചര്യം അത്രേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വളരുക. അപ്പോഴാണ് കുട്ടി ഇങ്ങനെ ആലോചിച്ച്, അത് ശരിയാണല്ലേ. കുട്ടിയുടെ സംശയം തീർന്നു മാത്രമല്ല, കഥയിലൂടെ നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊന്നാമത്തെ കഥ. പിന്നെ ഒരു സാറ് കുട്ടികളോട് ചോദിക്കുകയാണ്, ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഒരു കുട്ടി ഉറങ്ങിപ്പോയപ്പോൾ ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു. ഒരു കടുവ അവനെ പിടിക്കാൻ വരുന്നു. കടുവ പിടിക്കാൻ വരുന്നു. അപ്പോൾ അവന് മുന്നോട്ട് ഓടുമ്പോൾ മുൻഭാഗത്തുണ്ടൊരു കടുവ. അപ്പോൾ അവൻ സൈഡിലേക്ക് ഓടുമ്പോൾ സൈഡിൽ അവിടെ ഒരു കടുവുണ്ട്. വലത് ഭാഗത്ത് പോകും, ഇടത് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയും കടുവുണ്ട്. എല്ലാം പോകുന്നിടത്തൊക്കെ കടുവയുണ്ട്. സാറ് ചോദിച്ചു, ഈ കുട്ടി എങ്ങനെ രക്ഷപ്പെടുക? എല്ലാ കുട്ടികളും എങ്ങനെ രക്ഷപ്പെടാനാ? എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ അവരും കുട്ടികളൊക്കെ കടുവയെ മുന്നിൽ കണ്ടു നിൽക്കുകയാണ്. എന്തു ചെയ്യും? ചില ആൾക്കാർ പറഞ്ഞു, അവന് പറക്കാൻ പറ്റുമെങ്കിൽ പറന്നു പോയായിരുന്നു. അപ്പോഴാണ് ബാക്ക് ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞു, സാറേ, രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ, അവൻ വേഗം ഉറക്കലെന്ന് ഉണർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ രണ്ടിനെ ഇനി നമ്മൾ പറയണ വെച്ചാൽ, ഇതിൽ ഈ രണ്ട് കഥകളിൽ നിന്ന് രണ്ട് ആസ്പെക്റ്റിലുള്ളതാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞതിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടെടുത്ത്, നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നിടത്ത് നമ്മൾക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ മക്കൾ വളരാൻ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇടം, ആ സ്രാവിനെ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വളരാൻ അത്രയും നല്ല ഒരു വിശാലമായൊരിടം, വളർച്ചയ്ക്ക്, മാനസിക വളർച്ചയ്ക്ക് വേണ്ട ഒരു ഇടം അവർക്ക് കൊടുക്കണം. ശരീരം വളർന്നോളും, കാരണം ശരീരത്തിന് മൂന്തായ എവിടെയും തട്ടാനല്ല, അതങ്ങനെ വളർന്നോളും, മേലേക്ക് പോയിക്കോളും, അതിൻ്റെ അളവനുസരിച്ച് അതിനുള്ള ഭക്ഷണം കിട്ടിയാൽ മതി. പക്ഷെ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് പറ്റിയ ഇടം നമ്മളൊരിക്കലും കുട്ടിയുടെ മനസ്സ് വളരുന്നതിന് നമ്മളറിയാതെ കുട്ടികളെ പിടിച്ചു വയ്ക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ കുട്ടികൾ ചെറുതായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഏതൊരു ഫ്രെയിമിലിട്ടാണ് വളർത്തുന്നത് അനുസരിച്ചായിട്ടും കുട്ടിയുടെ വളർച്ച. അപ്പം നമ്മുടെ മനസ്സ് വിശാലമാവണം. നമ്മുടെ മനസ്സിൻ്റെ ഫ്രെയിം വലുതാവുമ്പോൾ ആ ഫ്രെയിമിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ മനസ്സും എന്നുള്ള കൂടി അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ മറ്റേ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും പലപ്പോഴും നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണരണം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അത് സഫലമാണെങ്കിൽ നമ്മൾ ഉണരുക തന്നെ വേണം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ നിങ്ങൾ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറയാറുണ്ടല്ലോ. ഉറങ്ങാൻ നിങ്ങൾ അനുവദിക്കാത്തതാണ് നിങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞതുപോലെ